ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇറാൻ ഇസ്രയേൽ നേരെ വൻതോതിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. 6 ഘട്ടങ്ങളിലായാണ് മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇതിൽ ഒരു ഘട്ടത്തിൽ മാത്രം 10ഓളം വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ മധ്യഭാഗം ലക്ഷ്യമാക്കി എത്തി. ടെലവീവ്, പെറ്റാ തിക്വ, നെയ്ബ്രാക്ക് എന്നീ നഗരങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഈ ആക്രമണത്തിൽ 11 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ 14 പേർക്ക് പരിക്കേറ്റു. പലയിടത്തും കെട്ടിടങ്ങൾക്കും റോഡുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇറാൻ ഈ ആക്രമണത്തിൽ ക്ലസ്റ്റർ മിസൈലുകളാണ് ഉപയോഗിച്ചത്. ഇത് ജനവാസ മേഖലകളിൽ വലിയ അപകടമുണ്ടാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ ഏപ്രിൽ 2-ന്, അതായത് ഇന്ന് രാവിലെയും ആക്രമണം തുടർന്നു. വ്യാഴാഴ്ച ഇന്ന് രാവിലെ വടക്കൻ ഇസ്രയേലിലെ കിരിയത് ഷിമോണ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങി. ഇസ്രയേലിന്റെ ആരോ, ഡേവിഡ് സ്ലിംഗ് എന്നീ പ്രതിരോധ സംവിധാനങ്ങൾ പല മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. എങ്കിലും ചില മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചു. ഈ ആക്രമണങ്ങൾ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കും വ്യവസായ ശാലകൾക്കും നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ബോംബ് ആക്രമണങ്ങൾക്കുള്ള തക്കതായ മറുപടിയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഗ്ചി പ്രസ്താവിച്ചു. തങ്ങൾ വെടിനിർത്തലിന് അപേക്ഷിച്ചിട്ടില്ലെന്നും പോരാട്ടം തുടരുമെന്നും അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അമേരിക്കൻ ജനതയ്ക്കായി എഴുതിയ തുറന്ന കത്തിൽ അദ്ദേഹം പറയുന്നത്, അമേരിക്കയിലെയോ യൂറോപ്പിലെയോ അയൽ രാജ്യങ്ങളിലെയോ ജനങ്ങളോട് ഇറാനിയൻ ജനതയ്ക്ക് ശത്രുത ഇല്ല എന്നാണ്. ഏപ്രിൽ 1, അതായത് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി അബുദാബിക്കും ദുബായിക്കും നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും UAE പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തകർത്തു. അബുദാബിയിൽ തകർക്കപ്പെട്ട മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആളപായമില്ലെന്ന് UAE അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയ്ക്ക് നേരെ വന്ന 5 ഡ്രോണുകളും ഒരു ബാലിസ്റ്റിക് മിസൈലും സൗദി സൈന്യം ആകാശത്ത് വെച്ച് തന്നെ വെടിവെച്ചിട്ടു. മറ്റുള്ള GCC കൺട്രികൾക്ക് നേരെയും ആക്രമണം ശക്തമാക്കിയെങ്കിലും പ്രതിരോധിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും. ഹോർമൂസ് കടൽ വഴി ഗതാഗതം പൂർണ്ണമായും നിലച്ചതോടെ ആഗോള എണ്ണവില വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ വിപണിയെയും ബാധിച്ചിരിക്കുന്നു. നാസയുടെ ചരിത്രപരമായ ചാന്ദ്രദൗത്യം ആർടെമിസ് 2 വിജയകരമായി വിക്ഷേപിച്ചു. 50 വർഷത്തിന് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്ന ദൗത്യമാണിത്. 4 ബഹിരാകാശ സഞ്ചാരികൾ ഇപ്പോൾ ചന്ദ്രനിലേക്കുള്ള യാത്രയിലാണ്. ഇന്തോനേഷ്യയിലെ തെർനെറ്റ് തീരത്ത് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഉണ്ടായി. തുടക്കത്തിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു. ചില കെട്ടിടങ്ങൾ തകരുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. സ്പേസ് എക്സ് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യാനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ.